വെൽക്കം ടു ടീം ലാംഡ. ഇന്ന് നമ്മളെ ഡിഫറൻഷിയേഷന്റെ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് സംതിങ് തന്നിട്ടുണ്ട് ഈ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഇൻ ദ ഇന്റർവെൽ. ഇത് ഏത് ഇന്റർവെല്ലാണ് സ്ട്രിക്ട്ലി ഇൻക്രീസ് എന്ന് ചോദിച്ചേക്കണേ. അപ്പം ഇതിന്റെ ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇതിന്റെ എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് എന്താ ചെയ്യേണ്ടത്, നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ ഇവിടെ നോക്കൂ, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും, നമുക്ക് എക്സ് റൈസ് ടു 4ന്റെ ഡെറിവേറ്റീവ് 4x ക്യൂബ് അല്ലേ. അപ്പൊ അത് രണ്ടും കൂടി ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 8x റൈസ് ടു 3 വരും. പിന്നെ മൈനസ് 16 അവിടെ നിർത്തിയിട്ട് എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ 3x². 16 × 3 എത്രയാ 48x² പ്ലസ് പിന്നെ 44 ഉണ്ട് x²ന്റെ ഡെറിവേറ്റീവ് 2x. അപ്പൊ 88x മൈനസ് 48 കിട്ടും അല്ലെ. ഇതിന്റെ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റിൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത്, ദാറ്റ് ഈസ് ഇതിന് 0 കൊടുക്കുക അല്ലെ. അപ്പൊ നമുക്ക് നോക്ക്, എല്ലാത്തിലും കോമൺ ആയിട്ട് 8 ഉണ്ട് അല്ലെ. അപ്പൊ ആ 8 ഞാൻ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താ ഉള്ളത്, x³ മൈനസ് 6 × 8 48 അല്ലേ, 6x² 11x പിന്നെ മൈനസ് 6 ഈക്വൽ ടു 0 എന്ന് കിട്ടി അല്ലെ. ഇതെന്ന് പറഞ്ഞാൽ നോക്കിയാൽ നമ്മളുടെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക നമുക്ക്, x−1 x−2 ഇൻറ്റു x−3. ഇതിപ്പോ എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യം ഞാൻ 1 ഇട്ട് കൊടുത്തു, അപ്പൊ എനിക്ക് 0 ആയി പോയി. അപ്പൊ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ആളെ കണ്ടുപിടിച്ച മെത്തേഡ് ഇത് എങ്ങനെയാണ്, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യട്ടോ, ഒരെണ്ണം ഞാൻ കാണിച്ചു തരുന്നുള്ളൂ. ഇവിടെ നോക്കൂ, 1 അതിന്റെ ഒരു റൂട്ട് അല്ലേ, അപ്പൊ 1 കിട്ടി. ബാക്കി ആൾക്കാര് 1 -6 11 -6 എന്ന് തുടങ്ങി 0 തുടങ്ങൂ. 1 + 0 എത്രയാ 1 അല്ലെ. ഇനി 1 × 1 എത്രയാണ്, 1 × 1 1 -6 പ്ലസ് 1 എത്രയത് -5. അപ്പൊ 1 × -5 എത്രയാ -5, വീണ്ടും പ്ലസ് തന്നെ എന്ന് പറയുമ്പോ 11 -5 അപ്പൊ എത്ര 6 കിട്ടും. 1 × 6 6 തന്നെ, പ്ലസ് ചെയ്യുമ്പോൾ 0. ഇനി ഇത് എന്ന് പറയുന്നത് x² കോഎഫിഷ്യന്റ്, ഇത് എക്സിന്റെ കോഎഫിഷ്യന്റ്, ഇത് കോൺസ്റ്റന്റ്. അതിന്റെ സൊല്യൂഷൻ നമുക്ക് സെക്കൻഡ് ഡിഗ്രി ആകാനുണ്ട്, അത് നമുക്ക് മറ്റേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചെയ്യാലോ. അങ്ങനെയാണ് നമുക്ക് ഈ 3 ആൾക്കാരെ കിട്ടിയേക്കുന്നത് കേട്ടാ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ സാധാ പോലെ 1 2 3 എന്ന് പറഞ്ഞിട്ട് 1 2 3 എന്ന് പറഞ്ഞിട്ട് ഇത് എവിടെയാണ് പോസിറ്റീവ് ആവണം നെഗറ്റീവ് ആവണം നോക്കാം. നമുക്ക് ഇവിടെ 1ന്റെ താഴെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും നെഗറ്റീവ് അല്ലേ, ഇയാൾ നെഗറ്റീവ് ആണ്, ഇയാൾ നെഗറ്റീവ് ആണ്, ഇയാൾ നെഗറ്റീവ് ആണ്. പക്ഷെ നോക്കിയേ 3 പേരല്ലേ, അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് അല്ല വരിക, കാരണം 2 പേര് നെഗറ്റീവ് ആകുമ്പോൾ അത് പോസിറ്റീവ് ആയി, ഒരാൾ കൂടി ചേരുമ്പോൾ അത് വീണ്ടും അഗെയിൻ നെഗറ്റീവ് ആയി. ഇനി 1നും 2ന്റെയും ഇടയിൽ എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത, 1ന്റെയും 2ന്റെയും ഇടയിൽ പറഞ്ഞാൽ അത് 1നേക്കാളും വലുതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് അത് പോസിറ്റീവ് ആയി, ശരിയല്ലേ. ബാക്കി 2 സൈഡ് നെഗറ്റീവ് വരാൻ പോണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നെഗറ്റീവ് ഉള്ളൂ അല്ലെ. അപ്പൊ 2 കൂടി ചേർത്തിട്ട് പോസിറ്റീവ് ആയി. അടുത്ത കേസ് നോക്കുകയാണെങ്കിൽ 2ന്റെയും 3ന്റെ ഇടയിലാണെങ്കിൽ x−1 പോസിറ്റീവ് ആയിരിക്കും വരിക, x−2 പോസിറ്റീവ് ആയിരിക്കും വരിക. ആകെ 3നേക്കാളും താഴ്ത്ത് മാത്രല്ലേ. നിങ്ങൾ ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുത്താൽ തീട്ടാ, 2ന്റെയും 3ന്റെ ഇടയില് 2.5 ഇട്ട് കൊടുത്ത് ചെയ്താൽ തീറ്റാ. അപ്പൊ അടുത്തത് വരുമ്പോൾ ഇത് മാത്രം നെഗറ്റീവ്, ഇപ്പൊ നെഗറ്റീവ് വന്നു. ഇനി 3നേക്കാളും വലുത് പറഞ്ഞാൽ എല്ലാവരെക്കാളും വലുതല്ലേ, 1നേക്കാളും വലുതാണ്, 2നേക്കാളും വലുതാണ്, 3നേക്കാൾ. അപ്പൊ ഓരോ കോർഡിനേറ്റ്സും ഓരോന്നും നമുക്ക് എന്തായി മാറും, പോസിറ്റീവായി മാറും. ദിസ് ഈസ് പോസിറ്റീവ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഏതാ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻക്രീസിങ് ഇന്റർവെൽ. പോസിറ്റീവ് ആയിട്ടുള്ള ഇന്റർവെല്ലുകളാണ് നമുക്ക് ഇൻക്രീസിങ് ഇന്റർവെൽ എന്ന് പറയാം. അപ്പൊ 1 2 ഉണ്ട്, പിന്നെ 3 തൊട്ട് ഇൻഫിനിറ്റി വരെ ഉണ്ട്. അതേത് ഓപ്ഷൻ വന്നേക്കണേ, ഓപ്ഷൻ ബി. പ്രോബ്ലത്തിലേക്ക് പോവാ അല്ലെ. ദ ഏരിയ ഓഫ് ദി സ്ക്വയർ ഈസ് ചേഞ്ചിങ് അറ്റ് ദ റേറ്റ് ഓഫ് 10√2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയയുടെ ചേഞ്ച് അല്ല തന്നേക്കണേ. അപ്പൊ dA/dt അല്ലേ നമുക്ക് 10√2 തന്നിരിക്കുന്നത്. ഇനി ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡയഗണൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. നമുക്കൊരു കാര്യം അറിയാം, ഏരിയ എന്ന് പറയുന്നത് വേറൊരു ഇക്വേഷൻ ഉണ്ട്, ഡയഗണലിലെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്ന്. ഞാനവിടെ ഡി ഉപയോഗിക്കാഞ്ഞത് ഇവിടെ ഡി ഡെറിവേറ്റീവിന്റെ ഡി ഉള്ളത് കൊണ്ട് ഇനിയിപ്പോ തെറ്റിക്കൊണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ട് എൽ എന്നാക്കിയ എൽ. അപ്പൊ നമുക്ക് ഡയഗണലാണ്. അപ്പൊ അങ്ങനെ ഡെറിവേറ്റീവ് എടുക്കൂ. dA/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ഇൻറ്റു L² ഡെറിവേറ്റീവ് എന്താ 2L പിന്നെ dL/dt അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പം 2 ക്യാൻസൽ ചെയ്തു, നമുക്ക് dL/dt അല്ല കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആ L ഡിവൈഡ് ചെയ്തെടുക്കും കേട്ടോ. അപ്പൊ dL/dt എന്ന് പറയുന്നത് dA/dt dA/dt ഇൻറ്റു 1/L ശരിയല്ല, അത് ഇവിടെ താഴ്ത്തി കൊടുത്തു. അപ്പൊ നമുക്കത് ഡിവിഷനിലേക്ക് പോയി, അത്രേ ഉള്ളൂ കേട്ടാ. അതിലെ dA/dt നമുക്ക് എത്ര തന്നിട്ടുണ്ട്, 10√2 തന്നിട്ടുണ്ട്. ഇനി L തന്നിട്ടുണ്ട്, നമുക്ക് അവിടെ തന്നിരിക്കുന്നത് സൈഡ് അല്ലേ. അപ്പൊ ഒരു സ്ക്വയർ ആണെന്ന് വിചാരിക്കും. ആ സ്ക്വയറിന്റെ ഒരു സൈഡ് 4 ഈ സൈഡ് 4 ആണെങ്കിൽ ഇതെങ്ങനെ കണ്ടുപിടിക്കുക, √4ന്റെ സ്ക്വയർ പ്ലസ് 4ന്റെ സ്ക്വയർ അല്ലെ, അങ്ങനെ 16 + 16 ശരിയല്ലേ.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ വരിക റൂട്ട് 16 + 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിട്ടത് 2 × 16 എന്നല്ല അർത്ഥം 16 + 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4√2 ആയില്ലേ. അപ്പൊ നമുക്ക് എല്ലിന് പകരം ഇനി എന്തിട്ട് കൊടുക്കാം 4√2 ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്യൂ. എത്ര കിട്ടി കട്ട് ചെയ്ത് കഴിയുമ്പോ 10/4 എന്ന് പറയുന്നത് 5/2. 5/2 എന്ന് പറഞ്ഞാൽ എത്ര 2.5 അല്ലേ എന്ന് പറഞ്ഞത് ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ദ acute angle between the curve y is equal to 6x തന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് y is equal to 3x തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് ആദ്യം ഇവരുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഒന്ന് കണ്ടുപിടിച്ച് നോക്കി നോക്കിയാലോ. അങ്ങനെ വരുമ്പോ എന്താ രണ്ടും y തന്നെയല്ലേ. അപ്പൊ ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്നത് എവിടെയാ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതില്ലേ. 6x = 3x ആകുന്നത് എപ്പോഴാന്ന് നോക്കിയാൽ പോരെ. എപ്പോഴാ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ. എക്സിന് 0 ഇട്ട് കൊടുക്കൂ. എക്സിന് 0 ഇട്ട് കൊടുത്താൽ എന്താ വരാ y = 1 വരും. അപ്പൊ y = 1. അപ്പൊ നമുക്ക് പോയിന്റ് x = 0 y = 1. ഇനി വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആംഗിൾ അല്ല കണ്ടുപിടിക്കണേ. ആംഗിളിന്റെ ഇക്വേഷൻ എന്താ θ = tan ഇൻവേഴ്സ് എന്താ വരുന്നത് m1 - m2 ഡിവൈഡഡ് ബൈ 1 + m1 × m2 അല്ലേ. അതിന് സ്ലോപ്പ് വേണല്ലോ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ dy/dx അല്ലേ. dy/dx അറ്റ് ദ പോയിന്റ് 0 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ. അപ്പൊ y = 6x അല്ലെ. നമ്മുടെ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യാലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് y = 6 ഒന്നില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കിട്ടൂല a⁻x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d/dx ഓഫ് a⁻x എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് a⁻x × log a. അപ്പൊ നമുക്കത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം അല്ലെ. അപ്പൊ ഇവിടത്തെ ആദ്യത്തെ കൺസെപ്റ്റ് പ്രകാരം ഇത് dy/dx എന്ന് പറയുന്നത് എന്താ 6x അതേപോലെ തന്നെ log 6 വരും അല്ലെ. അടുത്ത കേസിലോ dy/dx എന്ന് പറയുന്നത് 3x വരും log 3 വരും. ശരിയല്ലേ. അപ്പൊ രണ്ടെണ്ണത്തിന്റെയും ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു. നമുക്കിനി സ്ലോപ്പ് അല്ലേ വേണ്ടത്. അപ്പൊ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാ m1 എന്ന് പറയുമ്പോ അല്ലെ m1 എന്ന് പറയുമ്പോ ആദ്യത്തെ നമ്മുടെ ഇക്വേഷനില് എക്സിന് പകരം എന്തിട്ട് കൊടുക്കുക 0യും വൈക്ക് പകരം 1. അപ്പൊ നിലവിൽ അവിടെ y കാണാനില്ല അല്ലെ. അപ്പൊ എക്സിന് പകരം മാത്രം ഇട്ട് കൊടുക്കൂ. അപ്പം എക്സിന് 0 ഇട്ട് 6/0 അല്ല 1 അല്ല അത്. അപ്പൊ log 6 വരും. സിമിലർലി m2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി log 3 കിട്ടി അല്ലെ. അപ്പൊ m1 m2 കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് ഇക്വേഷനാ എന്താ അത് θ = tan ഇൻവേഴ്സ് എന്താ വരിക m1 - m2 അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ log 6 - log 3 ഡിവൈഡഡ് ബൈ 1 + log 6 × log 3. അപ്പൊ തന്നെ നമുക്ക് അവിടെ ആൻസർ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. നോക്ക് log 6 - log 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ log 6 - 3 ആണോ അല്ല അല്ലെ. അതെന്താ tan ഇൻവേഴ്സ് ഓഫ് log 6/3 വരാ കേട്ടാ. 1 + log 6 × log 3 ശരിയല്ലേ. കാരണം എന്താ log x - log y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് log of x/y അല്ലേ. അങ്ങനെ കേട്ടാ. അപ്പൊ 6/3 എന്ത് കിട്ടി 2 കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് ഏതാണ് ഓപ്ഷൻ ഡി. നാലാമത്തെ പ്രോബ്ലത്തിലേക്ക് പോയാലോ. ദ എറർ occurred in the calculation of the perimeter of a circle of radius 5 cm due to an error of 0.5 radius in the is. അപ്പൊ അതായത് എറർ occurred in the calculation of the പെരിമീറ്ററിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അപ്പൊ പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്തായിരുന്നു. പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തെന്നാ 2πr ആണ് അല്ലെ. ശരിയല്ലേ. എന്നാണ് ഞാൻ ഡെറിവേറ്റീവ് എടുക്കൂ. p ഡാഷ് എന്തെന്നാ വരുന്നത് p' ഓഫ് r അതായത് അറ്റ് വിത്ത് റെസ്പെക്ട് ടു r ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ 2πi ആണല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിലേ ഇനി അവിടെ നിന്ന് ഡെൽറ്റ പെരിമീറ്ററിന്റെ എറർ അല്ലേ കണ്ടുപിടിക്കണ്ടേ. ഡെൽറ്റ ഓഫ് പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താണ് p' അറ്റ് r × ഡെൽറ്റ r. ശരിയല്ലേ. ഇതെല്ലാം നമുക്ക് ഇവിടെ നോക്കൂ. p' ഓഫ് r എത്ര നമുക്ക് തന്നിട്ടുണ്ട്. p' ഇവിടെ എഴുതി വെച്ചിരുന്നത് 2π അല്ലെ. 2π ഉണ്ട് ഇൻറ്റു ഡെൽറ്റ r അവിടെ തന്നിട്ടുണ്ട് നമുക്കൊരു ഡെൽറ്റ r ഇത് എറർ എത്ര 0.5 അല്ലെ. 0.5 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ. എന്ന് പറഞ്ഞാൽ 2π × 5/10 അല്ലേ. എന്ന് പറഞ്ഞാൽ അതാ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും 5 കട്ട് ചെയ്ത് കഴിയുമ്പോൾ 1 ആയിപ്പോയി. അപ്പൊ നമുക്ക് പൈ അല്ല ആൻസർ കിട്ടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. if x is a real the maximum value of ഈ പോയിന്റ് തന്നിരിക്കണം. ഈ സംഭവം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കണം അല്ലെ. ഇതിന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം. എപ്പോഴാണ് ഒരു ഫംഗ്ഷന് മാക്സിമം വാല്യൂ ഉണ്ടാവുക. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് 10/5 എടുക്കുക 10/2 എടുക്കുക. ഇതില് ന്യൂമറേറ്റർ ഞാൻ സെയിം കൊടുത്തിരിക്കണേ കേട്ടോ. അപ്പൊ ഇതിൽ ഏതിനാണ് മാക്സിമം വാല്യൂ വരുന്നത് 10/2 അല്ലെ. എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ചെറുതാകുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്
ഡിനോമിനേറ്റർ ചെറുതാകുമ്പോൾ ഈ ഫംഗ്ഷന് എന്തെന്നായാലും ആ ഫംഗ്ഷന് എന്തുണ്ട്, മാക്സിമം വാല്യൂ ഉണ്ട് അല്ലെ. ആ ഒരു ഐഡിയ നമ്മളിവിടെ 2-3 പ്രോബ്ലത്തിനൊക്കെ അപ്ലൈ ചെയ്യും. അപ്പൊ ഇതിന് വന്നിട്ട് നമുക്ക് ആദ്യം ഒന്നേ ഇതിൽ നോക്ക്, ഡിനോമിനേറ്ററെക്കാളും വലുതല്ല ന്യൂമറേറ്റർ എന്ന് പറഞ്ഞത്, കാരണം ഇവിടെ താഴത്ത് കോൺസ്റ്റന്റ് 3 അവിടെ 14 ഉണ്ട്. എത്രയാണ് വ്യത്യാസത്തിന്റെ? 11ന്റെ വ്യത്യാസമല്ല ഉള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ സാധനത്തിന് ഇങ്ങനെ എഴുതിക്കൂടെ, 1 + 11 ഡിവൈഡഡ് ബൈ 5x² + 7x + 3 എന്ന് എഴുതിക്കൂടെ. ഓക്കെയില് അതിൽ 1 അങ്ങനെ തന്നെ കിടന്നോട്ടെ. നമുക്ക് ആ ഡിനോമിനേറ്ററിനെ 1 + 11 ഡിവൈഡഡ് ബൈ ഈ സാധനത്തിന് ഞാൻ 5 ഒന്ന് പുറത്തേക്ക് എടുക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് x² + 7/5x പിന്നെ +3/5 എന്ന് കിട്ടിയില്ലേ ഈ സംഭവം. അപ്പൊ ഇതേ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എടുക്കണമെന്നുള്ളൂ. ഇനി അതല്ല നമ്മുടെ മറ്റേ മാക്സിമം മിനിമം മെത്തേഡ് എടുത്ത് ചെയ്യണമെങ്കിൽ ചെയ്യാട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇത് ഇത്തിരി ഈസി ആയിട്ട് തോന്നിയോണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പ്ലസ് ഇതിന് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പോവാണ്. 11/5 നമ്മൾ സാധാരണ ചെയ്യില്ലേ, നടുക്കത്തിന്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യാന്ന് പറയുന്ന പരിപാടി. അപ്പൊ നമുക്ക് ഇവിടെ x² + 7/5x വരും. 7/5ന്റെ ഹാഫ് 7/10 അല്ലേ അത്. അപ്പൊ 7/10ന്റെ എന്ന് പറഞ്ഞ 7/10ന്റെ സ്ക്വയർ ആഡ് ചെയ്തു, അതേപോലെ തന്നെ 7/10ന്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്തു, പിന്നെ നമ്മളുടെ 3/5. ഓക്കെ, അപ്പൊ ഇനി ഇതിനെനിക്ക് എങ്ങനെ എഴുതാം? 1 + 11 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു ഈ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് എനിക്ക് എന്ത് കിട്ടി? x + 7/10ന്റെ ഹോൾ സ്ക്വയർ അങ്ങനെ എഴുതിക്കൂടെ. അതേപോലെ ഇവിടെ 49/100 അല്ലേ ഉണ്ടാവുക. അതായത് 3/5 ഉണ്ട് -49 ഡിവൈഡഡ് ബൈ 100 ഉണ്ട് അല്ലെ. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇൻറ്റു 20 ഇൻറ്റു 20 ചെയ്യൂ. കണ്ട, അപ്പൊ 20 × 3 60. 60 - 49 അല്ലേ വരാൻ പോണേ. 60 - 49 എത്രയാ? അപ്പൊ 60 - 49 എന്ന് പറയുന്നത് നമുക്ക് എത്രയുണ്ട്? 11/100 ഉണ്ട്. ശരിയല്ലേ? ഇപ്പൊ ഇത്രയും എഴുതി ഇങ്ങനെ വെച്ചു. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് ഏതൊരു ഫംഗ്ഷൻ ആയിക്കോട്ടെ അതിന് മാക്സിമം വാല്യൂ ഉണ്ടാകുന്നത് ഇതിന്റെ ഈ ഡിനോമിനേറ്റർ ഈ വാല്യൂവിന് ഏറ്റവും മിനിമം ആവുമ്പോഴല്ലേ ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന്റെ മിനിമം എപ്പോഴാ ഒക്കർ ചെയ്യാന്ന് ആലോചിച്ച് നോക്ക്. മിനിമം എന്ന് പറഞ്ഞാൽ മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെയൊക്കെ വാല്യൂ എത്രയൊക്കെ പോകും തോറും അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെ. നമുക്ക് പക്ഷെ ആവശ്യം എന്താ? മിനിമം അല്ലേ. എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ മിനിമം ആകുമ്പോഴാണ് നമ്മുടെ ഇവിടെയുള്ള ഫംഗ്ഷന് മാക്സിമം ഉണ്ടാകുന്നത്. ഇവിടെ മിനിമം ഉണ്ടാവുന്നത് ഈ ക്വാണ്ടിറ്റി, ഈ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന ക്വാണ്ടിറ്റി 0 ആയി കഴിഞ്ഞാൽ അതിൽ മിനിമം ഉണ്ടാവണേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x + 7/10 0 അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താണ്? x = എത്രയാണ്? x = -7/10 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുത്താലല്ലേ നമുക്ക് എന്തുണ്ടാവണത്? മാക്സിമം ഉണ്ടാവുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് മാക്സിമം വാല്യൂ ആ, അതായത് ഇട്ട് കൊടുത്തതിന് ശേഷം. അപ്പൊ നമുക്ക് ഈ ക്വാണ്ടിറ്റി 0 ആയി പോയില്ലേ. എന്ത് ചെയ്യാം? ഇതിന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ക്വാണ്ടിറ്റി 0 ആയിട്ട് ഇട്ട് കൊടുക്കുക അല്ലെ. എന്ന് പറഞ്ഞാൽ ബാക്കി ആരൊക്കെ ഉള്ളത്? 1 + 11 ഡിവൈഡഡ് ബൈ ഈ ക്വാണ്ടിറ്റി 0 ആയി പോയില്ലേ. പുറത്ത് കിടക്കണ 5 ഉണ്ട്, അതേപോലെ 11/100 നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഭംഗിയാക്കി എടുത്താൽ പോരെ. അപ്പൊ ഇത് കട്ട് ചെയ്യുമ്പോ എന്താ വരാ? 100ൽ 5 20 വട്ടല്ലേ പോകാൻ പോണേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + 11 × 20/11 അല്ലേ. നോക്കിയേ, കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 21 കിട്ടി അല്ലേ. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഏത് പോയിന്റിലാന്നല്ല ചോദിച്ചിരിക്കണേ, മാക്സിമം എത്രയാന്നാ ചോദിച്ചിരിക്കണേ. ദാറ്റ് മീൻസ് ആ പോയിന്റ് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടാ. അപ്പൊ x = -7/10 ആകുമ്പോഴാണ് ഇതിന് മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് എത്രയാണ്? നമ്മളത് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? ഓപ്ഷൻ എ 21 കിട്ടുന്നു. If the semi-vertical angle of a right circular cone of maximum volume, അപ്പൊ സർക്കുലർ കോൺ ആണ്, അതിന് മാക്സിമം വോളിയം ആൻഡ് ദ ഗിവൺ സ്ലാന്റ് ഹൈറ്റ് ഈസ് തീറ്റ. സ്ലാന്റ് ഹൈറ്റ് ഓക്കെ, ആംഗിൾ നമുക്ക് തന്നേക്കണം അല്ലെ. ഒരു ഗിവൺ സ്ലാന്റ് ഹൈറ്റ് ഉണ്ട്, നമുക്ക് അവിടുത്തെ സെമി വെർട്ടിക്കൽ ആംഗിൾ ആണ് തന്നിരിക്കുന്നത്. ദെൻ ടാൻ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു കോൺ വരയ്ക്കാൽ. എന്റെ കോൺ അത്ര വലിയ ഭംഗിയൊന്നും ഇല്ല, എന്നാലും അപ്പോ നമുക്ക്
കോണ് വരച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്തുണ്ട് ഇവിടെ തീറ്റ ഡിഗ്രി സെമി അല്ലേ പറഞ്ഞേക്കണം, അതുകൊണ്ടാണ് അവിടെ ഹാഫ് കൊടുത്തേക്കണം കേട്ടോ. ഹൈറ്റ് ഉണ്ട് നമുക്ക് അതിനവിടെ, പിന്നെ അതേപോലെ റേഡിയസ് ഉണ്ട്, പിന്നെ ഒരു സ്ലാൻഡ് ഹൈറ്റ് ഉണ്ട്. ശരിയല്ല, ഗിവൺ സ്ലാൻഡ് ഹൈറ്റ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ വാല്യൂ ഒന്നും തന്നിട്ടില്ല. ആ തീറ്റ മാത്രമാണ് നമുക്ക് അവര് നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്തിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്, മാക്സിമം വോളിയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കൊന്ന് വോളിയം കാൽക്കുലേറ്റ് ചെയ്യാം. വോളിയം എന്താ ഇക്വേഷൻ, 1/3 പൈ ആർ സ്ക്വയർ എച്ച്, ഇതല്ല വോളിയം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എനിക്ക് 1/3 പൈ ഇൻറ്റു ഇവിടുത്തെ ഈ ആർ സ്ക്വയർ ഇല്ലേ, ഈ റേഡിയസിന്റെ സ്ക്വയർ, അതിന് പകരം എന്തെഴുതാം, കെ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ എഴുതി കൊടുക്കാം. കാരണം പൈതഗോറസ് വെച്ചിട്ട്, കാരണം എച്ചും കെയും ആറും ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പോലെ ഫോം ചെയ്യാൻ പോണേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് അത് കൊടുക്കാലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1/3 ഇൻറ്റു അല്ലെങ്കിൽ π/3 ഇട്ടാ, π/3 ഇൻറ്റു കെ സ്ക്വയർ എച്ച്, കെ സ്ക്വയർ എച്ച് മൈനസ് എച്ച് ക്യൂബ് എന്നായില്ലേ. ഇനി നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കാം. ഡി വി ബൈ ഡി എച്ച് ഈസ് ഈക്വൽ ടു π/3 ഇൻറ്റു കെ സ്ക്വയർ എച്ച് അല്ലേ എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അത് കെ സ്ക്വയർ ആയില്ലേ, മൈനസ് എച്ച് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ, 3h സ്ക്വയർ ആയി അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു, നമുക്ക് മറ്റേ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണ പോലെ, കാരണം മാക്സിമം വോളിയം എന്നല്ല പറഞ്ഞേക്കണേ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 കണ്ടുപിടിച്ചു, ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ഇവിടെ നമുക്ക് കെ സ്ക്വയർ ഈക്വൽ ടു 3h സ്ക്വയർ എന്നും, നമുക്ക് അവിടെ നിന്ന് എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് കെ സ്ക്വയർ ബൈ 3 ആക്കാം. എച്ച് എന്ന് പറയുന്നത് ഡയറക്റ്റ് എഴുതാണ്, കെ ഡിവൈഡഡ് ബൈ √3 എന്ന് കിട്ടി. അപ്പൊ അതും കിട്ടിയില്ലേ നമുക്ക്. അപ്പൊ എന്നിട്ട് നമ്മൾ അതിന്റെ ഡി സ്ക്വയർ വി ബൈ ഡി എന്താ പറയാ എച്ച് സ്ക്വയർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും. നമുക്ക് ആകെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഉള്ളൂ അല്ലെ, ഇവര് പറഞ്ഞിരിക്കുന്നത് മാക്സിമം വോളിയം എന്നല്ല. അപ്പൊ ഡി സ്ക്വയർ വി ബൈ ഡി എച്ച് സ്ക്വയർ എന്തായാലും ലെസ് ദാൻ 0 ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. അത് നമുക്ക് മാക്സിമം ആവണമെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താവണം, നെഗറ്റീവ് ആവണം. അത് നമുക്ക് ഒന്നും കൂടി, അല്ലെങ്കിൽ ഇതിനെ ഒന്നും കൂടി ഡെറിവേറ്റീവ് എടുത്ത് നോക്കിയാൽ മതി. ഡെറിവേറ്റീവ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡി സ്ക്വയർ വി ബൈ ഡി എച്ച് സ്ക്വയർ എന്ന് പറയുമ്പോൾ π/3 ഇതേ അതുപോലെ തന്നെ എടുക്കുക. കെ സ്ക്വയറിന്റെ 0 മൈനസ് 3h സ്ക്വയർ അല്ലെ. അപ്പൊ ഇൻറ്റു മൈനസ് 6h അല്ലേ കിട്ടാൻ പോണേ. അപ്പൊ നോക്ക്, എച്ചിന്റെ ക്വാണ്ടിറ്റി k/√3 പോസിറ്റീവ് ആണ് അല്ലെ. അതേപോലെ π/3യും പോസിറ്റീവ് ആണ്. അപ്പൊ ഒരു നെഗറ്റീവ് അല്ലേ കിടക്കണം. ദിസ് ഇസ് ക്ലിയർലി ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് h ഈക്വൽ ടു k/√3 നമ്മളുടെ വോളിയം മാക്സിമം ആണ്. ഇനി അടുത്തത് ജസ്റ്റ് ഇപ്പൊ ഇവിടുന്ന് 6 പറയാലോ. എന്തായിരുന്നു 6? അപ്പൊ നമുക്ക് അല്ലാണ്ട് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു ആർ സ്ക്വയർ എന്ന് പറയുന്നത് കെ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ആണെന്ന് അല്ലെ. അപ്പൊ ഇവിടെ എച്ച് നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് ഇത് ഫുൾ ആയിട്ട് എങ്ങനെ എഴുതാം, കെ സ്ക്വയർ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ എഴുതിട്ട് എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് അത് കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 ആയിരുന്നില്ലേ. അപ്പൊ ഇങ്ങനെ കിട്ടിയില്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, 3k സ്ക്വയർ മൈനസ് കെ സ്ക്വയർ. അപ്പൊ 2k സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടിയില്ലേ, ആർ സ്ക്വയർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറിന് നമുക്ക് ഒക്കെ റൂട്ട് എടുക്കൂ. അപ്പൊ എന്തെന്നാ വരുന്നത്, 2ക്കും 3ക്കും റൂട്ട് വരും അല്ലെ. എന്നാൽ 2/3 റൂട്ട് വരും. പിന്നെ അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തെന്നാ, ടാൻ തീറ്റ അല്ലേ. ഓൾറെഡി എച്ച് കെന്റെ രൂപത്തിൽ, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ആറിനെയും കെന്റെ രൂപത്തിൽ എഴുതിയത്. അപ്പൊ നമുക്ക് ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് അല്ലെ. ഓപ്പോസിറ്റ് സൈഡ് ആർ അല്ലേ, എന്നാൽ √2/√3 കെ അല്ലേ വരണേ. എച്ച്ഒ കെ ഡിവൈഡഡ് ബൈ √3 അല്ലെ. അപ്പൊ ഇതൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് കെ ഒക്കെ കട്ട് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്തെടുക്കാലോ. കെ ക്യാൻസൽ ആയി പോവും. അതേപോലെ തന്നെ √3യും ക്യാൻസൽ ആയി പോയി. ബാക്കി ആര് മാത്രമേ ഉള്ളൂ, √2 മാത്രമേ ഉള്ളൂ. അപ്പൊ ടാൻ തീറ്റയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി, √2 കിട്ടി. The maximum area of the rectangle inscribed in the ellipse. ellipseന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് റെക്ടാങ്കിൾ ആണ്, മാക്സിമം ഏരിയ ഉള്ള ഒരു റെക്ടാങ്കിൾ കണ്ടുപിടിക്കലാണ് നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എലിപ്സ് അല്ലേ. അപ്പൊ നമ്മൾ ഒരു ഏകദേശം എലിപ്സ് വരച്ചു. അതിന്റെ ഉള്ളിൽ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു എന്താണ്, റെക്ടാങ്കിൾ ആണ്. ശരിയല്ലേ. പിന്നെ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 9 അല്ല തന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്ക്വയർ 16 ആണ്. ദാറ്റ് മീൻസ് എ ഈക്വൽ ടു 4 ആണ്. അതേപോലെ ബിന്റെ സ്ക്വയർ 9 ആണ്. അതായത് നമ്മളുടെ മറ്റേ മേജർ ആക്സിസും മൈനർ ആക്സിസും കേട്ടാ. അടുത്തത് ബിന്റെ വാല്യൂ അപ്പൊ എത്രയാണ്, 3 തന്നിട്ടുണ്ടല്ലോ നമുക്ക്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു സർക്കിളത്തെ ഒരു പോയിന്റിനെയും നമുക്ക് എങ്ങനെ എഴുതാം, ആർ കോസ് തീറ്റ എന്നുള്ള രീതിയിൽ എഴുതാം അല്ലെ. അപ്പൊ ഇവിടെ കൺസെപ്റ്റ് വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാ വരാൻ പോണത്, ഇവിടുത്തെ കൺസെപ്റ്റ് വരുമ്പോൾ നമ്മുടെ മറ്റേ ഫിസിക്സിനും എല്ലാത്തിനും ചെയ്യണ കാര്യം,
നമുക്ക് ഏതൊരു പോയിന്റ് എടുത്തോട്ടാ. അപ്പൊ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വെച്ചിട്ടാണല്ലോ ഇതിന്റെ പ്രൂഫ് ഒക്കെ വരുന്നത് ആക്ച്വലി ഈ എലിപ്സിന്റെ ഇക്വേഷന്റെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വരുമ്പോ ആ ഒരു കോർഡിനേറ്റ് നമുക്ക് 4 cos തീറ്റ, 3 sin തീറ്റ എന്ന് കൊടുക്കാലോ. ഇതല്ലേ രണ്ട് നമ്മുടെ കോർഡിനേറ്റ് വരാൻ പോണേ. നമുക്ക് വേണ്ടത് എന്താണ്, റെക്ടാങ്കിളിന്റെ മാക്സിമം ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ വേണ്ട കേട്ടാ. അപ്പൊ നമുക്കൊരു കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താ കിട്ടാൻ പോണത്, 4 cos തീറ്റയും 3 sin തീറ്റയും കോർഡിനേറ്റ് വരാൻ പോണേ. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്ടാങ്കിളിന്റെ ഒരു ഇത്രയും പോകുന്ന ഒരു ഭാഗമല്ല നമ്മള് 4 cos തീറ്റ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം കേട്ടാ. ഇത്രയും ഭാഗം അത് ഫുൾ ആയിട്ട് വരുമ്പോ ഇവിടെയും 4 cos തീറ്റ വരും അല്ലെ. അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 4 4 8 cos തീറ്റ എന്ന് വരും. അപ്പൊ നമുക്ക് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്ത് കിട്ടും, 3 3 6 അല്ലെ, 3 3 6 സൈൻ തീറ്റ അല്ലേ കിട്ടാൻ പോണേ. എങ്കിലേ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് അല്ലേ. അപ്പൊ 6 × 8 48 സൈൻ തീറ്റ × കോസ് തീറ്റ എന്ന് എഴുതാലോ. അതില് സൈൻ തീറ്റ × കോസ് തീറ്റക്ക് ഒരു 2 കൂടി കൊടുത്തു കഴിഞ്ഞാല് എന്ന് പറഞ്ഞാൽ 48ന് ഞാൻ 24 × 2 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 24 സൈൻ 2 തീറ്റ ആയില്ലേ. ശരിയല്ലേ. ഇതിന് എപ്പോഴാ മാക്സിമം വരിക, അതായത് ഏരിയ മാക്സിമം വേണമെന്നല്ല പറഞ്ഞ, അതിന്റെ ക്വാണ്ടിറ്റി ചോദിച്ചിരിക്കണം നമ്മളോട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് മാക്സിമം വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം, സൈൻ തീറ്റയ്ക്ക് മാക്സിമം മിനിമം എന്ന് പറയുന്നത് എത്രയാ, മൈനസ് മാക്സിമം എന്ന് പറയുന്നത് 1, മിനിമം എന്ന് പറയുന്നത് എത്രയാണ്, -1 ആണ് അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി നമുക്ക് 1 ആയാൽ അല്ലേ ഇവിടെ ഏരിയ മാക്സിമം ആവാൻ പോകുന്നത്. അത് എത്ര ഏത് ആംഗിളിലാന്നൊന്നും ചോദിച്ചിട്ടില്ല അവര്. നമുക്ക് ഏരിയ മാക്സിമം മതി അല്ലെ. അപ്പൊ തന്നെ ആൻസർ കിട്ടി. എത്രയാ, 24. 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. An open cylindrical tank is to contain 50 liters of water. അപ്പൊ ഒരു സിലിണ്ടറിക്കൽ ടാങ്ക് ആണ്, അതിനകത്ത് എത്രയുണ്ട്, 50 liters of water ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താ, വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ, സിലിണ്ടറിന്റെ πr²h. ശരിയല്ലേ. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കണം അവര്, അത് നമുക്ക് തന്നിട്ടുണ്ട് 50 അല്ലെ. പിന്നെ if the base radius r and the height is h for minimum surface area. അപ്പൊ നമ്മള് മിനിമം സർഫേസ് ഏരിയ ഇക്വേഷൻ എന്താ, ടോട്ടൽ സർഫേസ് ഏരിയ. നമുക്കിവിടെ ടാങ്ക് ആയതുകൊണ്ട് ഒരു സൈഡ് തുറന്നിരിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഭാഗം നമുക്ക് 2πrh ഒരു വട്ടം, അതായത് അടിഭാഗത്ത് മാത്രം പൈ എന്ത് വരും, r² വരും. അത് മോൾ ഭാഗം അടഞ്ഞിരിക്കുകയായിരുന്നു, നമ്മൾ 2πr² എഴുതണമായിരുന്നു കേട്ടോ. മോൾ ഇപ്പൊ ടാങ്ക് എന്ന് പറയുമ്പോൾ എന്തായാലും മോൾ ഭാഗം തുറന്നിരിക്കുകയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ സർഫേസ് ഏരിയ ഈ ഇക്വേഷൻ എടുത്തത്. ഓക്കെ അല്ലേ. ഇനി ഇവിടെ ഈ വോളിയം എന്ന് പറയുന്നത് നമുക്ക് 50 തന്നിട്ടുണ്ട് അല്ലെ. എന്നാണ് πr²h അല്ലേ ഈ 50 തന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് h എന്ന് പറയുന്നത് 50 ഡിവൈഡഡ് ബൈ πr² എന്ന് എഴുതാലോ. ഓക്കെ അല്ലേ. ഇനി ഇത് നമുക്ക് അവിടെ അടുത്തേൽ ഇട്ട് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ സർഫേസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെന്നാ, നമുക്കത് πr² പ്ലസ് 2πrh അല്ലേ. അതിൽ എച്ചിന് പകരം നമുക്ക് അത് ഇട്ട് കൊടുക്കാലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് πr² പ്ലസ് അവിടെ എന്താ നമുക്ക് കിട്ടിയത്, 50. അതായത് 2 എഴുതി, പൈ എഴുതി, എച്ചിന് പകരം കിട്ടിയേക്കണേ 6 എഴുതി, എച്ചിന് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം, 50 ഡിവൈഡഡ് ബൈ πr². കട്ട് ചെയ്യാൻ ആൾക്കാർക്ക് കട്ട് ചെയ്യൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈ ക്യാൻസൽ ചെയ്യാം, നമുക്ക് ഒരു 6 ക്യാൻസൽ ചെയ്യാം നമുക്ക്. എന്ന് പറഞ്ഞാൽ πr² പ്ലസ് 50 × 2 50 50 100 അല്ലെ. 100 ഡിവൈഡഡ് ബൈ 6 ബാക്കി ഉണ്ടാവും. ശരിയല്ലേ. നമുക്കത് കിട്ടിയില്ലേ. ഇനി നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കാം. ഡെറിവേറ്റീവ് എടുക്കൂ. ds ബൈ നമ്മൾ എന്ത് ചെയ്യും, dr കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ വരാ, 2πr വരും. പിന്നെ 100 ഇൻറ്റു മറ്റവിടെ നോക്കിയേ, ആറല്ലേ കിടക്കുന്നത്, ആറാണെന്നുണ്ടെങ്കിൽ പറഞ്ഞത് 1/r അല്ലേ എടുക്കണേ. 1/rന്റെ ഡെറിവേറ്റീവ് എന്താ വരാ, -1/r² അല്ലെ. ശരിയല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ -100 ഡിവൈഡഡ് ബൈ r² എന്നാക്കാം അല്ലെ. അപ്പൊ 2πr മൈനസ് 100 ഡിവൈഡഡ് ബൈ r². ശരിയല്ലേ. നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 0 എന്നല്ലേ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്കൊന്ന് r കണ്ടുപിടിക്കാലോ, അല്ലെങ്കിൽ r³ എന്താന്ന് വെച്ചാൽ കണ്ടുപിടിക്കാം അല്ലെ നമുക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ 2 ഒന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ πr ഡിനോമിനേറ്റർ ഒക്കെ ഒന്ന് സെയിം ആക്കാം നമുക്ക് കേട്ടാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് πr³ മൈനസ് 50 വരും ഈക്വൽ ടു 0 എന്ന് വരാനല്ല പോണേ. കാരണം ഞാൻ ആദ്യം ഈ 2ഉം 100 2ഉം 50, അപ്പൊ അങ്ങനെ പുറത്തേക്ക് എടുത്തതിന് ശേഷമാണ് ഈ പറയുന്നത് കേട്ടാ. എന്ന് പറഞ്ഞാൽ r³ എന്ന് പറഞ്ഞാൽ 50 ഡിവൈഡഡ് ബൈ പൈ
എന്ന് കിട്ടിയില്ലേ നമുക്ക്. അപ്പൊ ആർ ക്യൂബിന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ ആർ എന്ന് പറയുന്നത് 50 ഡിവൈഡ് പൈന്റെ ഇങ്ങനെ ഓൾ റൈസ് ടു 1/3 ആണ്. അത് ഓക്കെ അല്ലേ ഇതുവരെ? അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് ഡി സ്ക്വയർ എസ് ബൈ ഡി ആർ സ്ക്വയർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താലോ. അപ്പൊ അത് എവിടെ നിന്നാണെന്നറിയോ? ദാ ഇവിടെ തന്നെ നമുക്ക് ചെയ്യാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2π വരും പിന്നെ അതേപോലെ മൈനസ് 100 അതുപോലെ തന്നെ എടുക്കും. ഈ 1/r² എന്ന് പറയുന്നത് എന്തായി മാറും? 1/r². r⁻³ അല്ലേ വരാ. എന്നാണ് ഡെറിവേറ്റീവ് എടുക്കും -3 r⁻⁻4 വരും അല്ലെ. അപ്പൊ ഈ രണ്ട് നെഗറ്റീവും കൂടി ചേർത്തിട്ട് പോസിറ്റീവായിട്ട് പോസിറ്റീവ് 100 ഡിവൈഡഡ് ബൈ r⁻⁻ എത്ര വരും നമുക്ക്? 4 വരും. ശരിയല്ലേ? അപ്പൊ ഇതിൽ എന്തായാലും എല്ലാവരും പോസിറ്റീവ് ക്വാണ്ടിറ്റി അല്ലേ. ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ 0 അല്ലെ. അപ്പൊ സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് r= ഈ പോയിന്റിനകത്ത് ഈ ഫംഗ്ഷന് മിനിമം ആണുള്ളത്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? മാക്സിമം സർഫേസ് ഏരിയ ഉള്ള ഇഫ് ദ ബേസ് റേഡിയസ് ഈസ് r ആണെങ്കിൽ ആൻഡ് ദ ഹൈറ്റ് ഈസ് h ആണ് ഫോർ മിനിമം സർഫേസ് ഏരിയ. അപ്പൊ നമുക്ക് എന്ത് റിലേഷനാ കണ്ടെത്താൻ പറ്റണം എന്നുള്ളത് h= 2r ആണോ ഏതാണെന്നുള്ള ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നിലവില് r എന്ന് പറയുന്നത് 50 ഡിവൈഡഡ് ബൈ പൈ 1/3 കിട്ടിയിട്ടുണ്ട് അല്ലെ. അത് അവിടെ ഇരുന്നോട്ടെ. അപ്പൊ r നമുക്ക് ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ h എന്താന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത്? h എന്ന് പറയുന്നത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് എന്താ? 50 ഡിവൈഡഡ് ബൈ പൈ r² എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടായി അല്ലെ. അപ്പൊ നമുക്കേ r= 50/π⁻⁻³ അല്ലേ. അപ്പൊ അല്ലെങ്കിൽ വേണ്ട, r³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 50/π അല്ലേ ആയിരുന്നെ. എങ്കിലേ r² എന്ന് പറഞ്ഞാൽ എന്താ വരിക? r² എന്ന് പറയുമ്പോ 50 ഡിവൈഡ് ബൈ പൈ r എന്ന് കിട്ടിയില്ലേ. അപ്പൊ ഇവിടത്തെ ഇതിന് പകരം ഇട്ട് കൊടുത്തൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് h=50 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു r² പകരം 50 ഡിവൈഡഡ് ബൈ പൈ r ഇട്ട് കൊടുത്തു. പൈയും എനിക്ക് ക്യാൻസൽ ചെയ്തൂടെ. അതേപോലെ തന്നെ 50 ക്യാൻസൽ ചെയ്തൂടെ. =r എന്ന് കിട്ടിയില്ലേ. അത് തലതിരിച്ച് മൾട്ടിപ്ലൈ ആവാം. സോ നമുക്ക് എന്ത് റിലേഷനാ കിട്ടിയത്? h=r. പ്രോബ്ലത്തിലേക്ക് പോയാലോ. ഇഫ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ അബ്സിക്ക, ഇതെന്ന് പറയുന്നത് നമ്മുടെ എക്സ് കോർഡിനേറ്റും ഇതെന്ന് പറയുന്നത് ഓർഡിനേറ്റ് എന്ന് പറയുന്നത് വൈനെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ പറഞ്ഞേക്കുന്നത് എന്താ? എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ dx/dt ഈസ് ഗ്രേറ്റർ ദാൻ dy/dt എന്നല്ല അവർ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ആ dx/dt നിങ്ങളുടെ ഡിവിഷനിൽ എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? dy/dt ഓൾ ഡിവൈഡഡ് ബൈ dx/dt എന്നല്ലേ, വിച്ച് ഇസ് ലെസ് ദാൻ 0 എന്ന് കിട്ടിയില്ലേ. എന്ന് പറഞ്ഞാൽ dy/dx ലെസ് ദാൻ 0 എന്ന് കിട്ടിയില്ലേ. അപ്പൊ സോറി 0 അല്ല 1 ആണ്, കാരണം അവിടെ ഡിവിഷൻ വന്നേക്കല്ലേ 1 ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ എടുക്കാം അല്ലെ. 48y = x³ അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡെറിവേറ്റീവ് എടുക്കൂ. 48 × y', അതായത് dy/dx എന്ന് പറഞ്ഞു കഴിഞ്ഞാല് x³ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 3x² അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dy/dx = 3x² ഡിവൈഡ് ബൈ 48 അല്ലെ. കട്ട് ചെയ്യൂ. 16 കിട്ടിയില്ലേ. ഇത് ലെസ് ദാൻ 1 അല്ലേ. എന്ന് പറഞ്ഞാൽ x²/16 ലെസ് ദാൻ 1 വരണം. അപ്പൊ x² ലെസ് ദാൻ 16 അല്ലേ. x² ലെസ് ദാൻ 16 ആവുന്ന ഇന്റർവെൽ എന്താ? -4 ലെസ് ദാൻ x ലെസ് ദാൻ 4. ഇതല്ലേ ഇന്റർവെൽ. എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഇന്റർവെൽ -4 4 ആണ്. 10ാമത്തെ പ്രോബ്ലത്തിൽ പോയാലോ. നമുക്ക് ഇവിടെ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ വെലോസിറ്റി v ആണ്. അപ്പൊ ഒരു കാര്യമുണ്ട്, നമുക്ക് എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് വിചാരിക്കും. നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ dx/dt ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? വെലോസിറ്റി ആണ്. അതേപോലെ d²x/dt ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടാൻ പോണ? ആക്സിലറേഷൻ. അല്ലെങ്കിൽ dv/dt എന്ന് പറഞ്ഞാലും ആക്സിലറേഷൻ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡെറിവേറ്റീവ് എടുക്കാം. നമ്മുടെ സംഭവം എന്ന് പറയുന്നത് a⁻² + b - 2x² = 0 എന്നല്ലേ. ഡെറിവേറ്റീവ് എടുക്കൂ. a × v²ന്റെ 2v × dv/dt ആണല്ലോ. b കോൺസ്റ്റന്റ് ആയിട്ട് അത് 0 ആയി കൊടുത്തു. അപ്പൊ പിന്നെ അടുത്തത് 2 × x² ഡെറിവേറ്റീവ് 2x വരും × dx/dt വരും. ശരിയല്ലേ? = 0. അടുത്തത് നമ്മൾ ഇത് അപ്പുറം കൊടുക്കാണ്.
അപ്പൊ ഇവിടെ എ എഴുതി 2v എഴുതി dv/dt ആക്സലറേഷൻ അല്ലേ, അപ്പൊ ഞാൻ ക്യാപിറ്റൽ ആയി കൊടുത്തു, കാരണം ഓൾറെഡി ഒരു സ്മോൾ അവിടെ കിടക്കുന്നുണ്ടല്ലോ, അത് കാണുന്നുണ്ട്. ഇനി ഇവരൊക്കെ ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് കൊടുത്തു ഈ ബാക്കിയുള്ള ഭാഗത്തിന്. അപ്പൊ 2 × 4 എഴുതി, എക്സ് എഴുതി, dx/dt, അതായത് ഡിസ്പ്ലേസ്മെന്റിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ എന്താ, അത് വെലോസിറ്റി അല്ലെ. നോക്കൂ, രണ്ടെണ്ണം നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലെ, അവിടെ നിന്ന് ആക്സലറേഷൻ കണ്ടുപിടിക്കല്ലേ വേണ്ടേ. ദാറ്റ് ഈസ് 4x/2a ആണ്. എന്ന് പറഞ്ഞാൽ എന്താ അത്, 2x/a അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. പെരിമീറ്റർ ഓഫ് ദ സെക്ടർ ഓഫ് ദ സർക്കിൾ 12 തന്നിട്ടുണ്ട്. ഇഫ് ദ ഏരിയ ഓഫ് ദ സെക്ടർ മാക്സിമം ആവണം അല്ലെ. അപ്പൊ പെരിമീറ്റർ ഓഫ് ദ സെക്ടർ, ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ അതാ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആണ് കേട്ടോ. അതായത് സർക്കിളിൽ നിന്ന് നമ്മൾ ഒരു ചെറിയൊരു കേക്കിന്റെ പീസ് മുറിച്ചെടുത്ത പോലെ. അപ്പൊ ഇത് തീറ്റയാണ്, 2 റേഡിയസ് ആണ്. ഇതിനാണ് നമ്മൾ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. പഠിച്ചിട്ടുള്ള ആ റിലേഷൻ തീറ്റ ഈക്വൽ ടു L/R അല്ലെങ്കിൽ L ഈക്വൽ ടു R തീറ്റ എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം കേട്ടോ. അതേപോലെ തന്നെ ഈ സെക്ടറിന്റെ ഏരിയയും കാൽക്കുലേറ്റ് ചെയ്യാൻ സുഖം. സർക്കിളിന്റെ ഒരു ഭാഗമല്ലേ അത്, ആ സർക്കിളിന്റെ ഏരിയ എന്താ, πr². ഇനി ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ആ ഭാഗത്തിന് ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യും. നമുക്കിവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് അല്ലെ. ടോട്ടൽ എത്ര ആംഗിൾ സർക്കിളിന്റെ, 360 അല്ലേ. അപ്പൊ θ/360 അല്ലേ. ഇവിടെ നമ്മൾ 2π ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. സോ ദിസ് ഇസ് ഈക്വൽ ടു, കട്ട് ചെയ്ത് കഴിയുമ്പോൾ 1/2 r²θ. അങ്ങനെ നമുക്ക് ഏരിയ കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ. പെരിമീറ്റർ നമുക്ക് എത്ര തന്നിട്ടുണ്ട്, 12 തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r+r+, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ സൈഡ് കൂടി ആഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. L നമുക്ക് എത്ര തന്നിട്ടുണ്ട്, 12 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. എന്ന് പറഞ്ഞാൽ 2r+, L പകരം എനിക്ക് r θ എന്ന് കൊടുത്തൂടെ. അത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്, 12 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നിന്ന് r θ എന്ന് പറയുന്നത് 12 - 2r അല്ലേ, അതവിടെ കിടക്കട്ടെ. ഇനി അടുത്തത് ഏരിയ അല്ലെ. ഏരിയയുടെ ഇക്വേഷൻ എന്താ, 1/2 r²θ അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ഇട്ടിട്ട് r പിന്നെ r θ അല്ലേ, കാരണം 2 r ഉണ്ടല്ലോ. അപ്പൊ അവിടത്തെ r θക്ക് പകരം വാല്യൂ ഇട്ട് കൊടുക്കാലോ. r θക്ക് പകരം എനിക്ക് എന്തിട്ട് കൊടുക്കാം, 12 - 2r ഇട്ട് കൊടുക്കാം അല്ലെ. ഇനി അത് ഉള്ളിലേക്ക് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യൂ, എന്താ കിട്ടാൻ പോണേ, ഇവിടെ 6 വരും, അതായത് 6ഉം വരും 6ഉം വരും, പിന്നെ മൈനസ് ആ 2 ക്യാൻസൽ ആയി പോയിട്ട് r² വരും. അപ്പൊ അതും കിട്ടി. നമുക്ക് ഏരിയ മാക്സിമം അല്ല വേണ്ടേ. അപ്പൊ ആദ്യം ഡെറിവേറ്റീവ് എടുക്കൂ, dA/dr എന്താ കിട്ടാൻ പോണേ, 6 - 2r അല്ലേ. നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുക, ഫസ്റ്റ് ഡെറിവേറ്റീവിനെ 0 കൊടുത്തിട്ട് അല്ലെ. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 കൊടുത്തു കഴിഞ്ഞാൽ 2r = 6 അല്ലേ, എന്നാണ് r = 3 അല്ലേ. അപ്പൊ പോയിന്റ് കിട്ടിയിട്ട് r = 3. ഇനി r = 3 മാക്സിമം ആണോ നോക്കിയാൽ മതി. എങ്ങനെ r = 3 മാക്സിമം ആണോ നോക്കാം, നമുക്കൊന്ന് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം അല്ലെ. d²a/dr² കാൽക്കുലേറ്റ് ചെയ്യാലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ന്റെ അവിടെ 0 ആകുന്നു, -2 ആൻസർ കിട്ടുന്നു അല്ലെ. -2 എന്ന് പറയുന്നത് <0 അല്ലെ. അപ്പൊ സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഈ ഫംഗ്ഷൻ, അതായത് r = 3 ഇതിന് എന്തുണ്ട്, മാക്സിമം ആണുള്ളത്. എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഇഫ് ദ ടേണിംഗ് പോയിന്റ്സ് ഓഫ് ദ ഫംഗ്ഷൻ x + 1/x a-b ആണ്. ഏതാ കൂടുതൽ ഏതാ ചെറുതൊന്നുമില്ല, രണ്ട് ആഡ് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ പോയിന്റ് തന്നെ കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് f(x) = x + 1/x എന്ന് കൊടുത്തൂടെ. അപ്പൊ f' എന്താ വരിക, f' എന്ന് പറഞ്ഞാൽ x-ന്റെ ഡെറിവേറ്റീവ് 1 ആണ്, 1/x-ന്റെ ഡെറിവേറ്റീവ് -1/x² ആണ്. ശരിയല്ലേ. അതാ നിങ്ങൾ ആ 1/x-നെ x⁻⁻1 ആക്കി യൂസ് ചെയ്താൽ മതിയേ. ഈ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 ആവുന്ന പോയിന്റ് അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താ, x² = 1 ആണ് അല്ലെ. x = +or-1. ഇതിപ്പോ a 1 ആയിക്കോട്ടെ, -1 ആയിക്കോട്ടെ, b 1 ആയിക്കോട്ടെ, -1 ആയിക്കോട്ടെ, ഏതാ വലുത് ഏതാ ചെറുതൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ, രണ്ടും ആഡ് ചെയ്യാം. രണ്ടും ആഡ് ചെയ്ത് എന്താ വരിക, 0 അല്ലേ കിട്ടുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, the angle between the curve xy = 4√2. അപ്പൊ ആംഗിൾ കണ്ടുപിടിക്കുന്ന സ്ലോപ്പ് അല്ലേ വേണ്ടേ. നമുക്ക് ആദ്യം തന്നെ ഇതിനൊന്ന് ഡെറിവേറ്റീവ് എടുത്ത് സ്ലോപ്പ് കണ്ടുപിടിക്കാലോ. xy = 4√2 തന്നിരിക്കുന്നത് അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് അപ്ലൈ, x × y' + y × x-ന്റെ ഡെറിവേറ്റീവ് 1 0 അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് x × y' -y ആണെന്നും y' എന്ന് പറയുന്നത് -y/x അല്ലെ. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പോയിന്റുകളൊന്നും തന്നിട്ടില്ല. തരാത്തത് കൊണ്ട് ഞാൻ m1 എന്ന് പറയുന്നത് ഈ അറ്റ് സം പോയിന്റ് x1 y1 എടുത്തു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടാ, ചുമ്മാ. അപ്പൊ -y1 / x1 എന്നല്ലേ സ്ലോപ്പ് കിട്ടാൻ പോണേ. ഇതേപോലെ തന്നെ ഒരാളും കൂടി ഉണ്ട് അല്ലെ, x² - y² = 4. ശരിയല്ലേ. ഡെറിവേറ്റീവ് എടുക്കൂ, 2x - 2y y' = 0 എന്നും
2y dash equal to 2x എന്നും കിട്ടി ആൻഡ് y dash equal to 2x divided by 2y അല്ലെ 2 ക്യാൻസൽ ചെയ്യൂ x by y കിട്ടില്ലേ x1 y1 തന്നെ ഇട്ട് കൊടുക്കൂ അപ്പൊ m2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും x1 by y1 എന്ന് കിട്ടും അല്ലെ അപ്പൊ tan theta ഒക്കെ കണ്ടുപിടിക്കണതിന് മുന്നേ കണ്ടപ്പോ എനിക്കൊരു ചായ നോക്കി ഒരാൾ y1 by x1 അടുത്ത ആൾ x1 by y1 പിന്നെ ഒരു നെഗറ്റീവ് ഉണ്ട് അല്ലെ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് m1 into m2 കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കിട്ടുക -y1 by x1 into x1 by y1 അല്ലേ കട്ട് ചെയ്യൂ എന്താ കിട്ടുക കണ്ട പറഞ്ഞു കിട്ടിയത് ആൻസർ വയ്ക്കാം -1 രണ്ട് എണ്ണത്തിന്റെ സ്ലോപ്പ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 ആണെങ്കിൽ ദേ ആർ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 90 ഡിഗ്രി ക്വസ്റ്റ്യനിലേക്ക് പോവാം ദ മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ log x minus x സാധാരണ നമ്മൾ ചെയ്തിരുന്ന എന്തോ അത് തന്നെ ചെയ്യാം നമുക്ക് അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഞാനൊന്ന് എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കാണ് കേട്ടോ അതിനെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് എക്സ് മൈനസ് എക്സ് എന്ന് വിളിച്ചു ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ചൂടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/x -1 അല്ലെ 0 കൊടുക്കൂ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 1 കിട്ടിയില്ലേ അപ്പൊ എക്സ് ഈക്വൽ ടു 1 ആണ് ക്രിട്ടിക്കൽ പോയിന്റ് ഇനി എക്സ് ഈക്വൽ ടു 1 മാക്സിമം ആണോ മിനിമം ആണോ എന്ന് അറിഞ്ഞാൽ മാത്രം മതി അപ്പൊ നോക്കിയേ എഫ് ഡാഷ് ഓഫ് എക്സിന്റെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്തൂടെ നമുക്ക് എന്ന് 1/x ന്റെ ഡെറിവേറ്റീവ് എന്താ -1/x². ശരിയല്ലേ അപ്പൊ അതിനകത്ത് ഈ 1 ഇട്ട് കൊടുത്തേ എന്താ കിട്ടാൻ പോണേ -1/1 അല്ലെ വിച്ച് ഇസ് ലെസ് ദാൻ 0 അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x ഈക്വൽ ടു 1 എന്താണ് ഇതിന് മാക്സിമം ആണുള്ളത് കാരണം സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആകുമ്പോഴാണ് മാക്സിമം ഉണ്ടാവുന്നത് പക്ഷെ നമുക്ക് മാക്സിമം അറ്റ് 1 അതല്ല ചോദിച്ചിരിക്കുന്നത് 1 നമ്മളുടെ ഫംഗ്ഷൻ ഇട്ട് കൊടുത്തിട്ട് എത്രയാണ് മാക്സിമം എന്നാ ചോദിച്ചേക്കണേ അതായത് എഫ് ഓഫ് 1 വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ ദാറ്റ് ഈസ് log 1 -1 log 1 എത്രയാ 0 -1 എത്രയാ -1 അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് നോക്കിയേ ആ 1 പോയി ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടാ അവർ ചോദിച്ചിട്ടുണ്ട് മാക്സിമം വാല്യൂ ആണ് അല്ലാണ്ട് മാക്സിമം അറ്റ് എന്നല്ല ചോദിച്ചേക്കണേ കേട്ടാ അടുത്ത ക്വസ്റ്റ്യൻ 15-ാമത്തെയാണ് മിനിമം കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ ഇതുപോലത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ ഇതുപോലെ ഒരു ഫ്രാക്ഷൻ വന്നിട്ട് ഈ ഫ്രാക്ഷൻ വരുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യാറ് ഇനി അതല്ല നമ്മുടെ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും മെത്തേഡ് അപ്ലൈ ചെയ്താലും ആൻസർ ഒക്കെ കിട്ടും പക്ഷെ എനിക്ക് ഇത്തിരി ഈസി ആയിട്ട് ഈ മെത്തേഡ് തോന്നി അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ x² - 2 ഡിവൈഡഡ് ബൈ x² + 2 ഇങ്ങനെ എഴുതിക്കൂടെ നമുക്കൊന്ന് അതായത് 1 - 4 ഡിവൈഡഡ് ബൈ x² + 2 എന്ന് എഴുതിക്കൂടെ കറക്റ്റ് അല്ലേ ആൻസർ വരാൻ പോകുന്നത് അപ്പൊ ഇതിൽ ഇനി എന്താ വേണ്ടേ നമുക്ക് ഇവിടെ മാക്സിമം വേണല്ലേ ഇവിടെ നമുക്ക് മാക്സിമം മിനിമം വേണല്ലേ എന്ന് പറഞ്ഞാൽ ഈ സൈഡ് നമുക്ക് മിനിമം വേണം ഇവിടെ എങ്ങനെയാ മിനിമം കിട്ടുക 1 ൽ നിന്ന് മൈനസ് ചെയ്യുന്ന ഇവിടെ അല്ലേ വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റി ഉള്ളത് 1 ൽ നിന്ന് മൈനസ് ചെയ്യുന്ന ഈ ക്വാണ്ടിറ്റി നമുക്ക് എന്താവണം മാക്സിമം ആകണം എന്നാലല്ലേ നമുക്ക് ഉത്തരം മിനിമം കിട്ടാൻ പോകുന്നത് ഇനി അതിലും 4 ഡിവൈഡഡ് ബൈ x² + 2 മാക്സിമം എപ്പോഴാണ് കിട്ടുക നമ്മൾ നേരത്തെ ചെയ്തു ഡിനോമിനേറ്റർ എന്താവണം മിനിമം ആവണം അല്ലെ ഡിനോമിനേറ്റർ അപ്പൊ ഒന്നിലേക്ക് കണ്ട ഈ മിനിമം നമ്മുടെ മിനിമം ഫംഗ്ഷനിലേക്ക് എത്തിക്കാം ഇനി അതല്ലെങ്കിൽ നിങ്ങൾ കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ മതി എക്സ് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എക്സിന്റെ സ്ക്വയർ എത്രയാ പോസിറ്റീവ് അല്ലേ അപ്പൊ രണ്ട് പോസിറ്റീവ് ക്വാണ്ടിറ്റിയും നമുക്ക് മിനിമം ആവണം അല്ലെ എന്ന് പറഞ്ഞാൽ ഈ എക്സിന്റെ ക്വാണ്ടിറ്റി 0 ആയല്ലേ കാര്യം നടക്കാം അപ്പൊ എക്സിന്റെ ക്വാണ്ടിറ്റി 0 ഇട്ട് കൊടുക്കൂ 1 - നമുക്ക് വേണ്ടത് മാക്സിമം മിനിമം മറ്റ് എത്ര പോയിന്റ് എന്നല്ല ചോദിച്ചേക്കണം അതുകൊണ്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റിലേക്ക് പോവാത്തത് കേട്ടാ അപ്പൊ ഇവിടെ നമുക്ക് മിനിമം വാല്യൂ ആണ് വേണ്ടത് അപ്പൊ 4 ഡിവൈഡഡ് ബൈ എക്സിന് 0 ഇട്ട് കൊടുക്ക് +2 ഇട്ട് കൊടുക്കൂ അപ്പൊ എന്താ കിട്ടുക 1 - 4 ഡിവൈഡഡ് ബൈ 2 2 അല്ലേ എന്ന് പറഞ്ഞാൽ -1 അല്ലെ സോ -1 ഇസ് ദ റൈറ്റ് ആൻസർ അപ്പൊ നമുക്ക് 16-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ഇത് നമ്മൾ നേരത്തെ ചെയ്ത മോഡൽ ആംഗിൾ ബിറ്റ്വീനെ കണ്ടുപിടിക്കേണ്ടത് അത് സെയിം y² = 4x നമുക്കൊന്ന് ഡെറിവേറ്റീവ് എടുക്കാം 2y × y' = 4 അല്ലേ അവിടെ നിന്ന് y' = 4 ഡിവൈഡ് ബൈ 2y അല്ലേ അപ്പൊ നമുക്ക് m1 ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു പോയിന്റ് തന്നിട്ടുണ്ട് 1 2 എന്ന് പറയുന്നത് അപ്പൊ m1 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ y മാത്രമല്ലേ ഉള്ളൂ അപ്പൊ 4 ഡിവൈഡഡ് ബൈ 2 × 2 കൊടുത്തു കഴിഞ്ഞാൽ 4 കിട്ടി 1 കിട്ടി അതേപോലെ തന്നെ അടുത്തത് ചെയ്യൂ x² + y² = 5 അല്ലേ എന്ന് പറഞ്ഞാൽ 2x + 2y y' = 0 അല്ലേ എന്ന് പറഞ്ഞാൽ 2y y' = -2x ആണെന്നും അതേപോലെ y' എന്ന് പറയുന്നത് -2x/2y കിട്ടിയില്ലേ 2 ക്യാൻസൽ ചെയ്യൂ എന്നിട്ട് നമ്മളെ ആ പോയിന്റ് ഇട്ട് കൊടുത്തേ ഇവിടെ നമുക്ക് x ഉണ്ട് y ഉണ്ടല്ലേ x-ന് പകരം 1 ഇട്ട് കൊടുക്കൂ y-ക്ക് പകരം 2 ഇട്ട് കൊടുക്കൂ സ്ലോപ്പ് കിട്ടി ഇനി തീറ്റ ആംഗിൾ അല്ല കണ്ടുപിടിക്കേണ്ടത് ദാറ്റ് ഈസ് tan ഇൻവേഴ്സ് m1 - m2 അല്ലെ m1 - m2 ന് പകരം -1/2 ഡിവൈഡഡ് ബൈ 1 + m1 × m2 ശരിയായില്ലേ
ദിസ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്. നോക്ക് ഇവിടെ ഈ രണ്ട് നെഗറ്റീവും ചേർന്ന് പോസിറ്റീവ് ആയില്ലേ എന്ന് പറഞ്ഞാൽ 1+1/2 അല്ലേ, അത് എത്രയാ 3/2 അല്ലെ. 3/2 ഡിവൈഡഡ് ബൈ താഴത്തോ 1-1/2. 1 അര പോയി കഴിഞ്ഞാൽ ബാക്കി അരയല്ലേ ഉള്ളൂ. എന്നിട്ട് നോക്ക് ഈ 2 ഒക്കെ ക്യാൻസൽ ചെയ്തു, ബാക്കി ആരേ ഉള്ളൂ, ടാൻ ഇൻവേഴ്സ് 3 is the answer എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മളൊരു 16 ക്വസ്റ്റ്യൻത്തോളം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ മോഡൽ വരുന്നത് ഇതൊക്കെയാണ്. ഇന്റർവെല് കണ്ടുപിടിക്കുക, പിന്നെ ഇങ്ങനെ മാക്സിമം ഏരിയ, മിനിമം ഏരിയ, വോളിയം, അങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ആക്സലറേഷൻ വെലോസിറ്റിയുടെ കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്രിട്ടിക്കൽ പോയിന്റിന്റെ സാധനം, ആംഗിൾ കണ്ടുപിടിക്കല്, ഇതൊക്കെയാണ് നമ്മളുടെ ടൈപ്പ്. അതായത് നമ്മൾ +2 പഠിച്ച ടൈപ്പുകളൊക്കെ തന്നെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് എന്തുള്ളത് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്റെ മെയിൽ ID ഞാൻ ഒരുവിധം വീഡിയോയിൽ ചിലരിലൊക്കെ മറക്കണതാണ് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. എന്നാലും ഞാൻ പരമാവധി ഇട്ട് കൊടുക്കാറുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ അടക്കം അയച്ചു തരുന്നതാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു കേട്ടോ.